ദുബായ് എമിറേറ്റില് ഗതാഗത വിപ്ലവത്തിന് തുടക്കം കുറിച്ച് ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട് പുതിയ വികസന പദ്ധതി വരികയാണ്. ദുബായ് ഗോൾഡൻ ലൈൻ വരെയാണ്. നിലവിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈനുകൾക്ക് പുറമെയാണ് 2032 ഗോൾഡൻ ലൈനും ദുബായ് മെട്രോയുടെ ഭാഗമാവുക. ഗോൾഡൻ ലൈൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 മീറ്റർ ആഴത്തിലുള്ള ഭൂഗർഭ പാതയിലൂടെ സർവീസ് നടത്തുന്ന സംവിധാനമായിരിക്കും. 3400 കോടി ദിർഹം ചെലവിൽ 15 തന്ത്രപ്രധാന മേഖലകളെ കോർത്തിണക്കിയാണ് ഈ ഗോൾഡ് ലൈൻ നിർമ്മിക്കുന്നത്. 999 എന്നുള്ള മാന്ത്രിക തീയതി ദുബായ് മെട്രോയ്ക്ക് തുടക്കമിട്ട തീയതിയാണ്. അതിന് സമാനമായിട്ടുള്ള 9/9/2032 ഇതുമായി ബന്ധപ്പെട്ട ലൈൻ UAE പ്രസിഡന്റ് രാജ്യത്തിനായി സമർപ്പിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. ദുബായ് ഗോൾഡൻ ലൈൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ഭൂമിക്കടിയിലൂടെ കടന്നു പോകുന്ന ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് മെട്രോ ലൈൻ ആയിരിക്കും. ദുബായ് ഭരണാധികാരി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഇസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഗോൾഡൻ ലൈനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത്. അൽ ഗുബൈബയിൽ നിന്ന് തുടങ്ങി ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് വരെയുള്ള പാതയാണ് ഇത് ഉണ്ടാവുക. 18 സ്റ്റേഷനുകൾ ഉണ്ടാവും. പദ്ധതി തുടങ്ങി 20 വർഷം പിന്നിടുമ്പോൾ 430% സാമ്പത്തിക ലാഭമാണ് ദുബായ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, റെഡ്, ഗ്രീൻ ലൈനുകൾക്ക് പുറമെ മെയ്ദാൻ, ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലെ ഇത്തിഹാദ് റെയിൽവേ സ്റ്റേഷനുകളുമായും ഗോൾഡൻ ലൈൻ ബന്ധിക്കപ്പെടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതിദിനം 4.65 ലക്ഷത്തോളം യാത്രക്കാരെയാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. ദുബായ് ലൂപ്സ് എന്ന മറ്റൊരു ഗതാഗത വിസ്മയത്തിന് പുറമെയാണ് ദുബായ് മെട്രോയുടെ ഗോൾഡൻ ലൈനും വരുന്നത്. 2032 സെപ്റ്റംബർ 9 ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി യാഥാർത്ഥ്യമാവുക. ദുബായ് മെട്രോ മുഖം മാറുകയാണ്. ഓരോ നിമിഷവും മുഖം മാറുന്ന ദുബായ് എമിറേറ്റിനൊപ്പം. അബുദാബി എമിറേറ്റിലെ സ്കൂളുകളിലും നഴ്സറികളിലും വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ് അധികൃതർ. സുരക്ഷാ പരിശോധനകളാണ് നടക്കുന്നത്. 480-ലേറെ നഴ്സറികളിലും സ്കൂളുകളിലുമായിട്ടാണ് പരിശോധന നടന്നത്. എമർജൻസീസ്, ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ അബുദാബി, അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ്, അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി എന്നിവ സംയുക്തമായിട്ടാണ് പരിശോധനകളൊക്കെ നടത്തിയിരിക്കുന്നത്. ഇവാക്വേഷൻ പ്ലാനുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, പ്രതികരണ ടീമുകളുടെ സന്നദ്ധത, സുരക്ഷാ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ജീവനക്കാരുടെ അവബോധം എന്നിവ അവർ അവലോകനം ചെയ്തു. വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും സുരക്ഷ തങ്ങളുടെ പ്രഥമ പരിഗണനയാണെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. UAE അടക്കം പശ്ചിമേഷ്യയിലെ പ്രത്യേക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്കൂളുകളും വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഒക്കെ കേന്ദ്രമാക്കി ഇത്തരത്തിലുള്ള സുരക്ഷ, ആരോഗ്യ പരിശോധനകൾ വ്യാപകമാക്കുന്നത്. ദുബായ് എമിറേറ്റിൽ വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് നടന്നത്. തുറന്ന സ്കൂളുകളിലെല്ലാം ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കിയതിനു ശേഷമാണ് തുറക്കാനുള്ള അനുമതി നൽകിയിരുന്നത്. അബുദാബിയിലാണ് 450-ലേറെ സ്കൂളുകളിലും നഴ്സറികളിലുമായിട്ട് ഈ പരിശോധന നടന്നത്. UAE ഈ ഫ്ലൈയിങ് ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി നിർമ്മിച്ച ഗ്ലാസ് കപ്പുകൾക്ക് ആരോഗ്യ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചില പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടു എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ഈ ഫ്ലൈയിങ് ടൈഗറിന്റെ ഗ്ലാസ് കപ്പുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2024-25 വർഷങ്ങളിൽ വിപണിയിലെത്തിയ 220 മില്ലി ലിറ്റർ കപ്പുകളെ കുറിച്ചാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ഗ്ലാസുകളുടെ പുറംഭാഗത്തെ പ്രിന്റുകളിൽ EM, കാഡ്മിയം എന്നിവയുടെ അളവ് അനുവദനീയമായതിലും കൂടുതലാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടാക്കുന്നതാണ്. ഇവ കൈവശമുള്ളവർ വൈകാതെ നശിപ്പിച്ച് കളയണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. UAE കാലാവസ്ഥ സംബന്ധിച്ച് ഇന്നും പലയിടങ്ങളിലും മഴ ലഭിക്കാം എന്നുള്ള അറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. കഴിഞ്ഞ ദിവസവും മഴ പെയ്തിരുന്നു. അത് ഇന്നും തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്. ദുബായ്, അബുദാബി, ഫുജൈറ എമിറേറ്റുകളിൽ ഇടവേളകളിൽ മഴയും ചെറിയ കാറ്റും ഉണ്ടാകും. താപനില തീരദേശങ്ങളിൽ കുറയാനും സാധ്യതയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.